ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീരുമ്പോഴേക്കും കാണിച്ചത് ശ്യാം പേര് മാറ്റി മാലിനീന്നാക്കുന്ന ഭാഗം കാണിച്ചതിന് ശേഷം കാണിച്ചത് വീട്ടിലെല്ലാവരും ഷോകമായിട്ടിരിക്കുന്ന സമയത്ത് മനോരമ വന്ന് ചോദിക്കുന്നുണ്ട്, ഇതെന്താ എല്ലാവരും ഷോകമായിട്ടിരിക്കുന്നത്? ഓ കുഞ്ഞൻ ഗേൾ ഫ്രണ്ടിനെയും കൂട്ടി പുറത്ത് പോയത് കൊണ്ടിട്ടാണോ എൻ്റെ അമ്മായിമ്മയുടെ മുഖം കനം പോലെ ഇരിക്കണത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്യാം വരുന്നുണ്ട്. ആര് വന്നാലും പോയാലും ഞാൻ ഇവിടെ ഉണ്ടാവും കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. ആ സമയത്ത് മനോരമ പറയുന്നുണ്ട്, ശ്യാമിന്റെ കാര്യമൊന്നും പറയാതിരിക്കണേ നല്ലത്. മരുമോനെ, മോൻ എപ്പ പോകും എപ്പ വരുന്നു ഒന്നും പറയാൻ പറ്റില്ല. മോന്റെ അതേ സ്വഭാവം അശ്വിന്, പക്ഷെ പോക്കും വരവൊന്നും അല്ല, ദേഷ്യം എപ്പ വരും എപ്പ പോകുമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ ആകെ കറക്റ്റ് സ്വഭാവം ഉള്ളത് എൻ്റെ മോൻ ആകാശിന് മാത്രമാണ്. ഞാൻ അങ്ങോട്ട് പോകാൻ പറഞ്ഞ പോവും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ വരും. ഞാൻ ഏത് പെണ്ണെ ചൂണ്ടിക്കാണിച്ചാലും അവൻ ആ പെണ്ണെ കല്യാണവും കഴിക്കുമെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ ആകാശ് മനോരമയുടെ മുഖത്തേക്ക് നോക്കുവാട്ടോ. ആ സമയത്ത് ശ്യാം പറയുന്നുണ്ട്, ആന്റി അങ്ങനെ തറപ്പിച്ചൊന്നും പറയല്ലേ, മാരേജിന്റെ കാര്യത്തിൽ ആർക്കും ഒരു ഗ്യാരണ്ടിയും ഈ കാലത്ത് പറയാൻ പറ്റില്ല എന്ന് പറയണേ. ഇപ്പൊ നമ്മുടെ അശ്വിന്റെ കാര്യം തന്നെ കണ്ടില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഒരു മൂലക്ക് പോയിട്ട് ഇങ്ങനെ ഇരുന്ന് കരയുമായിരിക്കോട്ടെ. ആ സമയത്ത് അശ്വിൻ അടുത്തേക്ക് പോകുമ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ആ സമയത്ത് ശ്രുതി, എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് അശ്വിൻ പറയുമ്പോൾ ശ്രുതി എഴുന്നേറ്റ് പോകുമ്പോൾ ശ്രുതിയുടെ കയ്യിൽ കയറി പിടിക്കും കേട്ടോ അശ്വിൻ. അങ്ങനെ ബലത്തിൽ പിടിക്കുമ്പോൾ വീണ്ടും ശ്രുതിയുടെ കയ്യിൽ പാട് വരുവാണ്. ആ സമയത്ത് ശ്രുതി കരയുമ്പോൾ പെട്ടെന്ന് കൈ മാറ്റും അശ്വിൻ. അതിനുശേഷം അശ്വിൻ പറയുന്നുണ്ട്, ശ്രുതി എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്കറിയില്ലായിരുന്നു നിന്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ മരിച്ചു പോയതാണെന്ന്. അതൊന്നും അറിയാണ്ട് ഞാൻ നിന്റെ അടുത്ത് ഇന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചത് എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് ശ്രുതി അശ്വിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അതിനുശേഷം വിഷമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ശ്രുതി. കണ്ണീന്നൊക്കെ ഇങ്ങനെ കുടുകൂടാ വെള്ളം വരുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി അശ്വിനോട് പറയുന്നുണ്ട്, ഓ അപ്പൊ ഇത് അറിഞ്ഞിട്ട് എന്നോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടാണോ സാറ് രാവിലെ മുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, അതെ, നിന്നോടൊന്ന് ഇത് പറഞ്ഞിട്ട് ഒന്ന് ക്ഷമ ചോദിക്കണം. അതിനെ വേണ്ടിയിട്ട് ഞാൻ നിന്റെ അടുത്ത് തന്നെ കുറെ പ്രാവശ്യം സംസാരിക്കാൻ വേണ്ടി വന്നത്, പക്ഷെ നീ എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കിയതേ ഇല്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, വേറൊന്നുമല്ല സാർ, എന്നോട് ക്ഷമ പറയേണ്ട കാര്യമൊന്നുമില്ല സർ, സോറി ഒന്നും എന്നോട് പറയണ്ട. സാറൊക്കെ വലിയ ആൾക്കാരാ, ഞാനൊരു ചെറിയ കുടുംബത്തിലെ ഒന്നുമില്ലാത്ത ഒരു പെൺകുട്ടിയാ. അത് മാത്രമല്ല സാറിന് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. ഞാൻ ഇപ്പം പറയാം സർ, എൻ്റെ ചെറുപ്പത്തിൽ തന്നെ, അതായത് എനിക്ക് 7-8 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയതാണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ ആക്സിഡൻറ്റ് എന്താണെന്നോ മരണം എന്താണെന്നോ ഒന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. എൻ്റെ വിചാരം അമ്മയും അച്ഛനും എവിടെയോ പോയിരിക്കുക, തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ഒരുപാട് നാള് ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടേയിരുന്നു. രാത്രിയൊക്കെ ആകുമ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങളായിട്ട് അമ്മയും അച്ഛനൊക്കെ വരുമെന്ന് പറയാറുണ്ടല്ലോ, അതുപോലെ 2 നക്ഷത്രങ്ങൾ ഞാൻ വാങ്ങിച്ചു വെക്കുമായിരുന്നു. ഒരു ചെറിയൊരു പില്ലോ പോലത്തെ. അത് ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ കിടക്കാറുള്ളൂ, എൻ്റെ അച്ഛനും അമ്മയായിട്ട് സങ്കല്പിച്ചിട്ട്. അത് മാത്രമല്ല സർ, എനിക്കിപ്പോഴും ഇരുട്ട് പേടിയാണ്, ഒറ്റയ്ക്ക് നടക്കാൻ പേടിയാണ്, ഇരിക്കാൻ പേടിയാണ്, എനിക്ക് വാഹനങ്ങൾ സ്പീഡിൽ പോകുമ്പോൾ പോലും എനിക്ക് പേടിയാണ് സർ എന്ന് പറയാണ്. ആ സമയത്ത് അശ്വിന് ആകെ വിഷമമാവാട്ടോ. അശ്വിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുവാണ്. അതിനുശേഷം ശ്രുതി പറയുന്നുണ്ട്, ഇപ്പോൾ എന്നെക്കുറിച്ച് സാറ് എല്ലാം മനസ്സിലായല്ലോ എന്ന് പറയാണ്. ഇനി സാർ വേണമെങ്കിൽ എന്നോട് സോറി പറഞ്ഞോളൂ എന്ന് പറയുവാണ്. ആ സമയത്ത് അശ്വിൻ സോറി പറയാൻ പോകുമ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് പോകാൻ പോകുമ്പോൾ അശ്വിൻ പറഞ്ഞിട്ട്, ശ്രുതി ഒന്ന് നിൽക്കൂ, എന്നോട് ക്ഷമിക്കണം നീ, ഞാൻ നിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാണ്ട് ഞാൻ നിന്നോട് ഒരുപാട് തെറ്റായിട്ട് സംസാരിച്ചു, പെരുമാറി, എന്നോട് ക്ഷമിക്കണം ശ്രുതി എന്ന് പറയണം. ആ സമയത്ത് അശ്വിൻ്റെ മുഖത്തേക്ക് ശ്രുതി നോക്കുമ്പോഴാണ് ശ്രുതി ആ കാര്യം മനസ്സിലാക്കുന്നത്. അശ്വിൻ ശ്രുതിനേക്കാൾ ഒരുപാട് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അത് കാണുമ്പോൾ ശ്രുതിക്ക് വിഷമവുന്നുണ്ട്. ശ്രുതി അവിടെ നിന്ന് വേഗം തന്നെ പോകുവാണ്. ശേഷം നമ്മുടെ ശ്രുതി വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ പ്രീതി ചോദിക്കുന്നുണ്ട്, ശ്രുതി നിനക്ക് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നിന്റെ മുഖം എന്താകെ വിഷമിച്ചിരിക്കണത്? എനിക്കൊന്നുമില്ല ചേച്ചി, വല്ലാത്തൊരു തലവേദന, ഒരു ഗ്ലാസ് ചായ തരാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പ്രീതി ഒരു ചായ കൊടുക്കുമ്പോഴേക്കും പ്രീതി ചോദിക്കേണ്ട, സത്യം പറ എന്താ പറ്റിയത്? ഇന്ന് ആ അശ്വിൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, അതെ അശ്വിൻ എനിക്കൊന്നിന് ഗോൾഡ് മെഡൽ തന്നു. നീ എന്തൊക്കെയാ പറഞ്ഞത്? അതെ ഗോൾഡ് മെഡൽ, അയാളുടെ വായിന്ന് സോറി കേൾക്കണമെങ്കിലേ അത് ഗോൾഡ് മെഡൽ പോലെ തന്നെയാ എന്നിങ്ങനെ പറയുവാട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രുതി പറയേണ്ടത്, ചേച്ചി ഇന്ന് ഞാൻ അശ്വിൻ സാറാമിനോട് സംസാരിച്ചപ്പോൾ കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അത് മാത്രമല്ല ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ, ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ എല്ലാം അയാൾ തുറന്നു പറഞ്ഞു. നീ എല്ലാം തുറന്നു പറഞ്ഞു ശ്രുതി? അതെ ചേച്ചി, എനിക്ക് തുറന്നു പറയേണ്ടി വന്നു, പെട്ടെന്ന് പറഞ്ഞു പോയതാന്ന് പറയുമ്പോൾ പ്രീതി പറയണേട്ടാ, അയാളെന്ത് പറഞ്ഞു? അയാളെന്ത് പറയാൻ, അയാളെന്നോട് സോറി പറഞ്ഞു എന്ന് പറയുവാണ്. ആര്? അശ്വിനോ? അതെ, അയാൾക്ക് എൻ്റെ കഥകൾ കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നിയെന്ന് തോന്നണം, അയാൾ കരഞ്ഞോണ്ട് എന്നോട് സോറി പറഞ്ഞത് എന്ന് നമ്മുടെ ശ്രുതി പ്രീതിയെടുത്ത് പറയുവാട്ടോ. അതേസമയം അശ്വിനും വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ അഞ്ജലി ചോദിക്കേണ്ട, കുഞ്ഞ നിനക്കിത് എന്ത് പറ്റി? വല്ലാത്ത വിഷമം പോലെ
നിന്റെ ഉള്ളിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്, എന്തോ ഒരു കാരണം നിന്നെ അലട്ടുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട്. എന്താ കുഞ്ഞ കാര്യം? എൻ്റെ ചേച്ചിയും എനിക്കൊരു കുഴപ്പമില്ല. ഓ സോറി എന്ന് പറയുവാണ്. ചേച്ചി ഇത് എത്രാമത്തെ പ്രാവശ്യം എന്നോട് സോറി പറയണത്? ഈ 5 മിനിറ്റ് എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ 10 പ്രാവശ്യം ചേച്ചി സോറി പറഞ്ഞു എന്ന് പറയുവാണ്. ചേച്ചിക്കൊക്കെ ഇങ്ങനെ എത്ര എളുപ്പമായിട്ടാണ് സോറി പറയാൻ പറ്റുന്നത് എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. ആ സമയത്ത് അഞ്ജലി വീണ്ടും ചോദിക്കുകയാണ്, കുഞ്ഞ എനിക്ക് നിന്റെ സംസാരം മാറിയാലും നിന്റെ പ്രവൃത്തി മാറിയാലും പെട്ടെന്ന് മനസ്സിലാവും. നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? എൻ്റെ പൊന്നു ചേച്ചി എനിക്കൊരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയുവാണ്. ശരി എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോകുക കേട്ടോ. ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഞ്ജലിയും അതുപോലെ തന്നെ ലാവണ്യയും മുത്തശ്ശിയും കൂടി നിലത്തിങ്ങനെ ഇരിക്കുമായിരിക്കും. അപ്പൊ മനോരമ പറയുന്നുണ്ട്, നവരാത്രി പൂജയല്ലേ, അപ്പൊ എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് എല്ലാം എഴുതിയെടുക്കുക അഞ്ജലി മോളെ എന്ന് പറയുവാണ്. അങ്ങനെ അഞ്ജലി എല്ലാം എഴുതിയെടുക്കണം, പൂജയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അശ്വിൻ മുകളിൽ നിന്ന് നിലത്തേക്ക് വരുമ്പോഴേക്ക് നമ്മുടെ രാമേട്ടൻ അശ്വിനെ വേണ്ടി ഒരു ഗ്ലാസ് ചായ ആയിട്ട് പോകുമായിരിക്കട്ടെ മുകളിലേക്ക്. അപ്പൊ അശ്വിനും രാമേട്ടനും കൂടി കൂട്ടിമുട്ടുമ്പോഴേക്കും അശ്വിന്റെ മേത്തേക്ക് ചായ മറിഞ്ഞു വീഴും. രാമേട്ടന്റെ കയ്യും കാലക്കിങ്ങനെ വിറക്കും കേട്ടോ. അയ്യോ സോറി ഞാൻ അറിയാണ്ട് സംഭവിച്ചതാണ് എന്നിങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് അശ്വിൻ പറയും, അതിന് ഞാൻ ചേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ, ഇത് എനിക്ക് വേണ്ടി കൊണ്ടുവന്ന ചായയാണോ? അതേ കുഞ്ഞെ, ഞാൻ കുഞ്ഞിനെ വേണ്ടി കൊണ്ടുവന്ന ചായയാണ്, എങ്കിൽ എനിക്ക് വേറൊരു ചായ എടുത്തോണ്ട് പോവാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ കൂളായിട്ട് അങ്ങോട്ട് പോകും കേട്ടോ. അശ്വിൻ്റെ ആ വർത്തമാനം കേൾക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ട് ഞെട്ടിപ്പോവാണ്. നമ്മുടെ രാമേട്ടനെ വരെ ഒരു ഞെട്ടലുണ്ടാവും. ആ സമയത്ത് നമ്മുടെ മനോരമ ആൻറ്റി പറയുന്നുണ്ട് അഞ്ജലി അടുത്ത്, അഞ്ജലി മോളെ ഇതെന്ത് സംഭവിച്ചു? ഇത് നമ്മുടെ അശ്വിൻ കുഞ്ഞ് തന്നെയാണോ സംസാരിക്കുന്നത്? ഇന്ന് സൂര്യൻ വടക്കുതിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അശ്വിൻ ഇങ്ങനെ കൂളായിട്ട് സംസാരിക്കില്ലല്ലോ എന്നിങ്ങനെ പറയുവാണ്. അതേ അഞ്ജലിയും പറയുന്നുണ്ട്, അവൻ കുറച്ച് മാറിയിട്ടുണ്ട് അല്ലേ മുത്തശ്ശി? 2-3 ദിവസമായിട്ട് അവൻ കുറച്ച് ഒരു അടക്കം ഒതുക്കമൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണ്ട, അതെ ഞാനും അത് മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയാണ്. രാവിലെ നമ്മുടെ ശ്രുതി അങ്ങനെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാൻ വേണ്ടി തയ്യാറാവാട്ടോ. ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി എടുക്കുമ്പോഴേക്കും നമ്മുടെ പ്രീതി ചോദിക്കേണ്ട, ശ്രുതി നീ ഇന്ന് വല്ലാതെ സന്തോഷത്തിലാണല്ലോ? അതെ ഞാൻ വല്ലാതെ സന്തോഷത്തിലാണ്. അതെന്താ ശ്രുതി, ഇന്നലെ രാത്രി ഭയങ്കര കരച്ചിലും ഇന്ന് ഭയങ്കര സന്തോഷവും, എന്താ കാരണം? അത് വേറൊന്നുമല്ല, എന്തൊക്കെ പറഞ്ഞാലും ആ കടലമിട്ടായി എന്നോട് സോറി പറഞ്ഞില്ലേ ചേച്ചി, അത് ആലോചിച്ചിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു അയാളുടെ ജീവിതത്തിൽ ആരോട് സോറി പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവില്ല, അയാളുടെ ചേച്ചിയുടെ തൊഴിച്ച് ഇപ്പോൾ എന്നോട് അയാൾ സോറി പറഞ്ഞില്ലേ, അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വല്ലാതെ സന്തോഷം തോന്നുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി തുള്ളി ചാടുവാട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഭാഗങ്ങൾ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.